Hallelujah.
പ്രത്യേകമായിട്ടും കുറേ ഇൻറ്റൻഷൻസ് ഉണ്ട്. ഇതിൽ 5 ഏക്കറാക്കാൻ ഒരു നിയമമുണ്ട്. ആ നിയമം സാധിച്ചിട്ടുണ്ട്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എസ്പെഷ്യലി ഷാഡി ജെയ്സ് ആൻഡ് ഫാമിലി മേലോത്ത്, മായേഷ്, പിന്നെ ജോലി ലഭിക്കുന്നതിന് വേണ്ടി നോയൽ റോബോട്ട്, ആശാ പ്രിൻസ്, വിസ ലഭിക്കുന്നതിന് വേണ്ടി ആനീസ് ജോർജ്, പാസിംഗ് എക്സാം ജെനീസ് ജെയിംസ്, കരോൾ റോസ് മാർട്ടിൻ, സാമിയോ മാർട്ടിൻ, അനലിക്ക, ജോയൽ ബിനു, അൻസില്ല, അഖില പോൾ, നമ്മുടെ ഇടയിൽ നിന്ന് ഭാഗ്യപ്പെടുന്ന ജോസഫ് കടുകേല്, തോമസ് കുഞ്ഞുവരി തോപ്പിൽ, എല്ലാ മരിച്ചു വിശ്വാസികൾക്കും വേണ്ടി മാത്യു കണിയാമാക്കിൽ, ഏരിയ കുട്ടി കണിയാമാക്കിൽ, പിന്നെ നത്താനിയൽ. ഈ ഇന്റൻഷനെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് ഈശ്വരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് ഈ ബലി ആരംഭിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോ മിശിഹായെ പ്രവേശിപ്പിച്ചതിന്റെ രഹസ്യങ്ങൾ യഥായോഗ്യം പരികർമ്മം ചെയ്യുവാൻ വിലക്കി
സ്തുതിനായി ഞങ്ങളെ ശുദ്ധരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാവിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാനനവരതം. അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങളെ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാവരുടെയും ശ്രേഷ്ഠാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശല്യങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തിൽ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ കൂടുതൽ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും ലക്ഷ്യം ഞങ്ങൾ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും ഗ്രഹത്താലിങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കും. എന്റെ സഹോദരൻ അധ്യായം 6 മുതൽ ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔന്നിത്യം ഉപേക്ഷിക്കാനും അനിശ്ചിതമായ സമ്പത്തിൽ പ്രത്യാശ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി സമൃദ്ധമായി നൽകിയ ദൈവത്തിൽ അർപ്പിക്കാനും നിങ്ങൾ ബോധിപ്പിക്കുക. അവർ നന്മ ചെയ്യണം, സൽപ്രവൃത്തികളിൽ സമ്പന്നരും ഉദാരമതികളും പങ്കുവയ്ക്കുവാൻ സന്നദ്ധരായിരിക്കുകയും വേണം.
അങ്ങനെ യഥാർത്ഥ ജീവൻ അവകാശമാക്കുന്നതിന് അവർ തങ്ങളുടെ ഭാവിക്ക് നല്ല അടിത്തറയുടെ നിക്ഷേപം ചെയ്യുകയാണ്. അല്ലയോ തിമോത്തിയോസേ, പരമേൽപ്പിച്ചിട്ടുള്ളത് കാത്തു സൂക്ഷിക്കുക. ലൗകികമായ വൃത്തഭാഷണത്തിൽ നിന്നും വിജ്ഞാനാഭാസത്തിൽ നിന്നും വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക. ഇവ അംഗീകരിക്കാൻ ചിലർ വിശ്വാസത്തിന്റെ അത് ലഭിച്ചിട്ടുണ്ട്. കൃപകളോടുകൂടെ അവൻ ശിഷ്യന്മാരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുളി ചെയ്തു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ തൃപ്തരാക്കപ്പെടും. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദൂഷിക്കുകയും പുറത്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത്. എന്നാൽ സമ്പന്നനെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ ദുഃഖിച്ച് കരയും. മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം. അവരുടെ പിതാക്കന്മാർ വ്യാജപ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്തു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷം നമുക്ക് ലഭിച്ചിരിക്കുന്നത്, അതായത് ഈശോ മലയിൽ നിന്നിറങ്ങി താഴെ വന്ന് ശിഷ്യന്മാരോട് പറയുന്ന സംസാരിക്കുന്നത്. ഈശോ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് ഈശോയുടെ ആദ്യത്തെ വചനം നോക്കിയേ, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. അതായത് ഈ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും അത്യാവശ്യം ജീവിക്കാൻ കഴിവുള്ളവരായിരുന്നു. അന്നത്തെ കാലത്ത് പത്രോസ്ലീഹായ്ക്ക് തേച്ച വീടായിരുന്നു പത്രോസ്ലീഹ അന്നത്തെ കാലത്ത്. മറ്റു ശിഷ്യന്മാരും മത്തായി അറിയാം ചുങ്കക്കാരനാണ്, എല്ലാവരും നല്ല സമ്പന്നരാണ്. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഈ ക്രിസ്തുവിന്റെ പുറകെ ഇറങ്ങിപ്പിടിച്ചത്.
അതിനുശേഷം എന്താ സംഭവിച്ചിരിക്കുന്നത് ബൈബിൾ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചിരുന്നുമുണ്ട്. അതായത് ഇവരുടെ ഗുരു എന്ന് പറയുന്ന ആ ക്രിസ്തുവിന് ഒരു പരിസരം വന്ന് ചോദിച്ചു, ഞങ്ങള് സീസണിന് കപ്പ കൊടുക്കണമെന്ന് ചോദിക്കുമ്പോ ഒരു നാണയം പോലും കയ്യിലില്ല, എടുത്ത് കാണിക്കാനായിട്ട് ആ വർഷം കാണിക്കാൻ ഒരു നാണയം പോലും കയ്യിലില്ല. അതാണ് ഇവരുടെ ഗുരു എന്ന് പറയുന്നത്. വേറെ നമ്മൾ കാണുന്നുണ്ട്, മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കപ്പ കൊടുക്കേണ്ട വരുമ്പോ പോയി മീൻ പിടിച്ചിട്ട് അവിടെ പോയി കെട്ടും അതെടുത്തുകൊണ്ടേ കപ്പ കൊടുക്കാൻ പറയുന്നത് കാണുന്നുണ്ട്. ആ പാലസ്തീൻ എന്ന് പറയുന്ന ഈ ലൂക്കായുടെ സുവിശേഷം ബൈബിൾ കൃത്യമായി കാണുന്നത് വളരെ ദരിദ്രരുടെ ഇടയിലാണ് ക്രിസ്തു ജീവിച്ചിരിക്കുന്നത്. അതായത് ഒരു നാണയം നഷ്ടപ്പെട്ടു പോയ 15-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ഈ ലൂക്കായുടെ സുവിശേഷം തന്നെ ഒരു നാണയം നഷ്ടപ്പെട്ടു പോയപ്പോൾ വിളക്ക് കൊളുത്തി ആ നാണയം കട്ടിവിട്ടുപോളം തലയും അത്രമാത്രം പട്ടിണിയുണ്ട്. ഈ ലൂക്കായുടെ സുവിശേഷം തന്നെ എഴുതി വെക്കുന്നുണ്ട് 11-ാം അധ്യായത്തില് ഒരു സ്നേഹിതന് വീട്ടിൽ വന്നപ്പോഴേക്കും അവന് 3 അപ്പം കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് അവൻ അവന്റെ സ്നേഹിതന്റെ വീട്ടിലേക്ക് പോയിരിക്കുക അപ്പത്തിന് വേണ്ടി. അവിടെ ചെന്ന് ഇവന് അവിടെ ചെന്ന് തെണ്ടുന്ന സമയമുണ്ടെങ്കിൽ ഇവന്റെ വീട്ടിൽ മാവുണ്ടെങ്കിൽ ഇവൻ അപ്പം ഉണ്ടാക്കാം. അതായത് അവന്റെ വീട്ടിൽ മാവില്ലാത്തത് കൊണ്ടാണ് അവൻ പോയിരിക്കുന്നത്. അത്രമാത്രം പട്ടിണി നിറഞ്ഞ ഒരു ആൾക്കാരുടെ ഇടയിൽ, ഒരു കൂട്ടം ജനങ്ങളുടെ ഇടയിലാണ് ഈ 14 തൊഴിൽ ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഈ 14 എങ്ങനെ ജീവിച്ചു? ഈ ഭാഗം വായിക്കുമ്പോൾ വളരെ വേദനയോട് നമ്മൾ പട്ടിണിയിലാണ് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ഇതിന് തൊട്ടുമുമ്പത്തെ അധ്യായത്തില് ലൂക്കായുടെ സുവിശേഷം തന്നെ എഴുതി വെക്കുന്നുണ്ട്, ഇവരൊരു സാപത്തിലൂടെ ഇവര് ഒരു പാടത്തോടെ കടന്നു പോയപ്പോൾ കതിർമണി പൊളിച്ച് തിന്നു വന്നത്, വിശപ്പുകൊണ്ട് ചെയ്തിരിക്കുന്നു. എവിടെയെങ്കിലും ബൈബിളിൽ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ ഈ ശിഷ്യന്മാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഈ ശിഷ്യന്മാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ തനിക്ക് വേണ്ടി തന്നെയായിട്ട് ക്രിസ്തു എവിടെയെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചതായിട്ട്? ഒരിടത്തുമില്ല. പിന്നെ എങ്ങനെ ഈ 14 ഈ ഇത്രമാത്രം ദാരിദ്ര്യം നിറഞ്ഞ സ്ഥലത്ത് ഈ 14 എങ്ങനെ, ഈ 13 എങ്ങനെ ജീവിച്ചു? ഇതിന് തൊട്ടപ്പുറത്തെ അധ്യായത്തിൽ നമ്മൾ വേദന നിറഞ്ഞപ്പോ എനിക്ക് വായിക്കുമ്പോൾ എപ്പോ വേദന ഉണ്ടാകുന്ന സംഭവമുണ്ട്. അതായത് ക്ഷമയുണ്ട്. വീട്ടില് ഈശോ ഒരു സദ്യക്ക് ക്ഷമ വിളിച്ചു. അവിടെ ക്ഷമയെ വിളിച്ചു കഴിഞ്ഞ് ഈ സദ്യ പുരോഗമിക്കുമ്പോൾ ഒരു പാപിയായ സ്ത്രീ വന്ന് അവന്റെ കാല് കഴുകുന്നുണ്ട്. ആ കാല് കഴുകുന്ന സമയത്ത് ഇവന്റെ മനസ്സിൽ, ഈ ശിവന്റെ മനസ്സിൽ പോയി ഇവിടെ ഒരു പാപിയാണല്ലോ എന്നുള്ള കാര്യം. ഇത് പോയപ്പോഴേക്കും ക്രിസ്തു എടുത്ത വായിക്ക് പറയുന്നുണ്ട്, അവിടെ ശിവനെ അത് വായിച്ച് അതിൽ തന്നെ വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ അത് കിട്ടും. അത് കൃത്യമാണ് 7-ാം അധ്യായത്തിൽ തന്നെയാണ്. ശിവനെ എനിക്ക് നിന്നോട് കുറച്ച് പറയാനുണ്ട്. ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാല് കഴുകാൻ വെള്ളം തന്നില്ല, നീ എന്റെ തലയിൽ തേക്കാൻ ഓയിൽ തന്നില്ല, നീ എന്നെ കിസ് ചെയ്തില്ല. ഇതൊക്കെ അന്നത്തെ യഹൂദ സംസ്കാര ആതിഥ്യ മര്യാദയുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ. ഈ 14 നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആഴ്ച 2 ദിവസം വെച്ച് ഞങ്ങളെ ഭാഗം വെച്ച് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ആഴ്ച 2 ദിവസം വന്ന് കയറി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? 1-ാം ദിവസം നിങ്ങൾ നല്ല വെയിറ്റ് എടുത്ത് നിങ്ങൾ വിളമ്പി തരും. 2-ാം ദിവസം ഡിസ്പോസിബിൾ, 3-ാം ദിവസം കഥ കളിച്ച് അവരെ കാണുമ്പോൾ കഥ കളിച്ച് പുറത്തെ വന്ന് ഇറങ്ങിപ്പോകും. ശരിയല്ലേ? ആ അത്രമാത്രം നിങ്ങൾക്ക് ഇനിയിപ്പം നമുക്ക് ഇത്ര ജീവിതം സാധിച്ചുള്ള സ്ഥലത്ത് അവിടെയാണ് ആ സമയം ആ ദരിദ്രം നിറഞ്ഞ ആ പട്ടിണി കാലത്ത് ഈ 13 ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇത്രമാത്രം ദാരിദ്ര്യത്തിൽ നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് നോക്കിക്കേ ശിഷ്യന്മാര് തലമുറിഞ്ഞിരുന്ന് കഴിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കിക്കേ. കാരണം ഒരു വ്യക്തം പോലും, ഒരു ആദിത്യ മര്യാദ പോലും കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ വായിക്കും 14-ാം അധ്യായത്തിൽ നിങ്ങളൊരു സദ്യക്ക് വിളിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനില്ലാത്തവരെ വിളിക്കാനായിട്ട് ഇവരെ തന്നെ വിളിക്കാനാണ് പറയുന്നത്. ഇവർക്കൊന്നും തിരിച്ചു കൊടുക്കാനില്ല. അത്രമാത്രം ദാരിദ്ര്യത്തോടെ നമ്മൾ ഈ ശിഷ്യന്മാരാണ്. അതുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ട് ദരിദ്രരെ. ഇവരെ നോക്കിയിട്ട് പറയാ, ശിഷ്യന്മാരെ നോക്കിയിട്ട് ക്രിസ്തു വിളിക്കുകയാണ്, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. പിന്നീട് നമ്മൾ താഴെ ദുരിതമാണ്.
എന്നാൽ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം. ഇത് നമ്മൾ വായിക്കുന്നത് നമ്മുടെ ജീവിതം ചേർത്ത് വെച്ച് വായിക്കണം. നമ്മുടെ ജീവിതം ചേർത്ത് വെച്ച് വായിക്കണം. എന്താ ഇതിന്റെ അർത്ഥം? ഇപ്പോൾ സന്തോഷിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം. നമ്മളോർക്കും ഇപ്പോൾ ഒരു ദുഃഖം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തോ ദൈവകോപം നമ്മളിലേക്ക് വന്നിരിക്കാണ് നമ്മൾ ഓർക്കുന്നത്. എന്താ ഇതിന്റെ അർത്ഥമാണ് ഈ പറയുന്നത് ഇതിനകത്ത്? പിന്നെ ഇതിനെ അത്ഭുതപ്പെടുത്തിയ സംഭവമുണ്ട്. നമ്മള് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും അവിടെ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഈ മൗണ്ടന്റെ താഴെയാണ്. അവിടെ ഈ ഫിലിപ്പി അതൊരു വിചാരത്തിന് വേണ്ടി അനേകം ക്ഷേത്രങ്ങളുള്ള സ്ഥലമാണ് ഈ ഫിലിപ്പി. അവിടെ പറയുന്നത് അതായത് പാലിന് വേണ്ടി കുറെ ടെമ്പിളുണ്ട്. പിന്നെ പാലെന്ന് പറഞ്ഞ ഗ്രീക്ക് ഗോഡ്സിന് വേണ്ടി കുറെ അമ്പലങ്ങളുണ്ട്. പിന്നെ ഫിലിപ്പ് അതായത് സീസണിന് വേണ്ടി അമ്പലം പണിത് അവിടെയാണ്. അപ്പൊ ഈ ഇവിടെ ഒരു ആഘോഷം നമുക്കറിയാം. ചെറിയ ആഘോഷം ഉണ്ടെങ്കിൽ എന്തുമാത്രം തിന്മകൾ ഉണ്ടാകും നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് പറയാതെ തന്നെ അറിയാം. അപ്പൊ ഈ ആഘോഷത്തിന് നടുവിൽ ഫിലിപ്പി വെച്ചാണ് ക്രിസ്തു ഇവരോട് ചോദിക്കുകയാണ്. ഈ 13 ആരാണ് ഞാനെന്നാണ് ഈ ജനം പറയുന്നത്? ആരാണ് ഞാൻ നിങ്ങൾക്ക്? ചോദിക്കുക. അവിടെ വെച്ച് പത്രോസിന്റെ ആൻസർ എന്നാണ് ഈ ദാരിദ്ര്യം പിടിച്ച്, അതായത് ഉടുതുണിക്ക് മണതുണിയില്ലാതെ നിൽക്കുന്ന ഇവരെടുത്ത് വായിച്ച് പറയുകയാണ്, നീ രക്ഷകൻ, മിശിഹ എന്ന് പറഞ്ഞാൽ ആരാ? രക്ഷകൻ എന്നാണ് ഇവർ പറഞ്ഞത്. നീ മിശിഹയാണ്. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന അധികം പേരും വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്, കുടുംബജീവിതത്തിലുള്ളവരാണ്. ഒരൽത്താരുടെ മുമ്പിൽ വെച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളേക്ക് നോക്കി. ഒരൽത്താരുടെ മുമ്പിൽ വെച്ച് വൈദികൻ നിങ്ങൾക്ക് മുമ്പിൽ ചൊല്ലി തന്നു, ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഞങ്ങൾ ഒന്നിച്ചുകൊള്ളാം, ജീവിച്ചുകൊള്ളാമെന്ന് ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ പ്രതിജ്ഞ ചൊല്ലുകയാണ്. ആ ചൊല്ലി കഴിയുമ്പോഴത്തേക്ക് എന്താ ദൈവം കൊടുക്കുന്നത്? പത്രോസിനെ ലേച്ചു പറഞ്ഞപ്പോൾ ഇവൻ എന്റെ വിശുദ്ധായാണെന്നാണ് നമ്മൾ ലേച്ചു പറയുന്നത്. അവിടെ വെച്ച് നിങ്ങൾ അൽത്താരുടെ മുമ്പിൽ ചേച്ചു പറയുന്നത് ഈ നിൽക്കുന്ന ആള് എന്റെ വിശുദ്ധായാണെന്നുള്ളതാണ്. എന്നെ രക്ഷിക്കുന്നവൻ എന്നുള്ളതാണ്. വിശുദ്ധ എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ്. ഇവിടെ പത്രോസ് ഏച്ചു പറഞ്ഞപ്പോൾ എന്താണ് കൊടുത്തത്? പത്രോസിന്റെ കയ്യിലേക്ക് സ്വർഗത്തിന്റെ താക്കോലാണ് കൊടുത്തത്. ഇതുപോലെ തന്നെ നിങ്ങൾ ഈ അൽത്താരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഏച്ചു പറഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ കരങ്ങളിലേക്കും ഏൽപ്പിച്ചു തന്നത്, പിതാവായ ദൈവം ഏൽപ്പിച്ചു തന്നത് ഒരു സ്വർഗത്തിന്റെ താക്കോല ഏൽപ്പിച്ചു തന്നത്. അതായത് കൂടത്തിൽ നിൽക്കുന്നവരെ സ്വർഗത്തിലേക്ക് വെച്ചുകൊണ്ട് പോകും. ഒന്ന് ചിന്തിച്ചു നോക്കി, ഞാൻ സ്വർഗത്തിന്റെ വാതിൽ എന്റെ കൂടത്തിലേക്ക്, എന്റെ ഭർത്താവിന്, എന്റെ മക്കൾക്ക്, എന്റെ മാതാപിതാക്കൾക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതോ ഞാൻ നരകത്തിലോ? അതോ ഈ താക്കോലിന്റെ ഉപയോഗം ഇത് തുറക്കുകയും ചെയ്യാം, അത് അടയ്ക്കുകയും ചെയ്യാം. അതോ ഞാൻ അവർക്ക് സ്വർഗത്തിന്റെ വാതിൽ ഞാൻ അടച്ചിട്ടാണ് അവരുടെ മുമ്പിൽ? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം ഭർത്താവിച്ച് താമസിച്ചു പോയി, രാത്രി കഴിഞ്ഞു, നീ ആരോട് തന്നെ പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പിന്നെ വരുന്നത് നമുക്കറിയാമല്ലോ. അല്ലെ എവിടെ തന്നെ പോയി, അല്ലെങ്കിൽ എവിടെ തെളിയിക്കാൻ പോയി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പിന്നെ ഊഹിക്കാൻ എന്താ സംഭവിക്കുന്നത്? അതേസമയത്ത് അവിടെ നമ്മൾ അടച്ചു, സ്വർഗത്തിന്റെ വാതിൽ അടച്ചു കഴിഞ്ഞില്ല. അതേസമയത്ത് എന്താ താമസിച്ചു പോയത്? ഞാൻ പെട്ടെന്ന് വിളിച്ചിട്ട് പോവാ, ഞാൻ ആഹാരം എടുക്കാം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ സ്വർഗത്തിന്റെ വാതിൽ തുറന്നെടുക്കുന്നത്. ഞാൻ ന്യായീകരിക്കില്ല. ചെല്ലു വന്ന് പറയാറുണ്ട്, അച്ഛാ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ എന്തുമാത്രം സ്വർണ്ണമായിട്ട് എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് ചെന്നത്, ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നുമില്ല അച്ഛാ. അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ അധ്വാനിച്ചത് മുഴുവൻ എന്റെ ഭർത്താവ് നശിപ്പിച്ചാ. അധ്വാനിച്ചത് ഇവരെ അത്യാവശ്യം ജീവിക്കാനുള്ളവരെല്ലാം, ഈ ശിഷ്യന്മാരെല്ലാം അത്യാവശ്യം ജീവിക്കാനുള്ളവരായിരുന്നു. ഈ ക്രിസ്തുവിനെ കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടതാണ്. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? ഏറ്റു പറഞ്ഞത് ഇവൻ എന്റെ മിശിഹായാണുള്ളത്. എന്തുകൊണ്ട് നമുക്കത് ഏറ്റു പറയാൻ പറ്റുന്നില്ല? നമ്മുടെ ഭർത്താവിനെ നോക്കി, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ഇതെന്റെ മിശിഹായാണുള്ളതായിരുന്നു. നമുക്ക് സഹനത്തിനോട് മാത്രമേ നമ്മൾ അവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ക്രിസ്തു നമ്മുടെ എന്റെ പിന്നാലെ വരാനാണ് പറഞ്ഞത്. ക്രിസ്തു എന്താണ് നമ്മുടെ ലേഖനം 2-ാമത്തെ 7-ാം വചനത്തിൽ പറയുന്നത്, ദൈവം തന്റെ പുത്രനെ രക്ഷയിലേക്ക്
പിന്നെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കണം, എന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്ന സ്വയം പരിത്യജിച്ചത് എന്റെ കുരിശുകടത്തിന്റെ പിന്നാലെ വരാനുണ്ട്. സഹനത്തിലൂടെ മാത്രമേ നമുക്കിവിടെ എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അതായത് നമ്മളിപ്പോ ഉടനെ തന്നെ നോയമ്പിലേക്ക് പ്രവേശിക്കും. അവിടെ നമ്മൾ കാണും, അതായത് കാൽവരിയിൽ 3 കുരിശ് പോകുന്നുണ്ട്. 3 കുരിശിൽ 3 വ്യക്തികൾ മരിച്ചു. 3 പേരും ഒരേ വേദനയോടെ കടന്നുപോയി. പക്ഷേ ഒരു കുരിശ് മാത്രം രക്ഷയിലേക്ക് എത്തിച്ചേർന്നു. ഒരു കുരിശ് മാത്രം രക്ഷയുടെ അടയാളമായി മാറി. എന്താ? ആ കുരിശ് ക്രിസ്തു ഉണ്ടായിരുന്നു. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ സഹനങ്ങൾ രക്ഷയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ആ സഹനം കുരിശോടുകൂടെ ചേർത്ത് വെച്ചാൽ മാത്രമേ അത് രക്ഷയിലേക്ക് എത്തിച്ചേരുള്ളൂ. ഞാൻ സഹിക്കുന്നത് ക്രിസ്തുവിനോട് ചേർന്ന് സഹിച്ചാൽ മാത്രമേ അത് രക്ഷയിലേക്ക് എത്തിച്ചേരുള്ളൂ. അല്ലാതെങ്കിൽ ഞാൻ സഹനം വന്നു, ഇതിനിപ്പോ എന്റെ വിധിയായിപ്പോയി എന്ന് പറഞ്ഞ് സഹിച്ചാൽ അത് ഒരിക്കലും രക്ഷയിലേക്ക് എത്തിച്ചേരത്തില്ല. ഇത് നമ്മളെ കുരിശിന്റെ വഴി നമ്മളെ കാണിച്ചിരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഈ ചെറിയ സഹനങ്ങളെ നമുക്ക് സ്നേഹത്തോടെ ചുമതലത്തോടെ നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ കുടുംബജീവിതം ഇച്ചിരിയൊക്കെ നമുക്ക് നമ്മുടെ പ്രവർത്തിക്കുന്നവർക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറന്നെടുക്കാം. നമുക്കിപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതായിട്ട് കടന്നു പോകുന്നത് ഇതെല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. നമ്മൾ ഒരിക്കലും ഇതൊരു നഷ്ടമായിട്ട് വിചാരിക്കരുത്. നിങ്ങൾ സന്തോഷിക്കും. ഇതല്ലേ ഈ സുവിശേഷം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് സുവിശേഷം സത്യമാണ്. അതിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായ നിന്റെ മാമോദീസ വഴി സ്വർഗ്ഗമഹത്വം ഞങ്ങൾ വെളിപ്പെടുത്തിയതിന് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറഞ്ഞ മാമോദീസയുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുവാനും നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സർവ്വത്തിന്റെയും നാഥായ എന്നേക്കും. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാറിയ യോസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ും
വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സുദീർഘമായ താനം വഴി നീ മഹത്വത്തോടെ ഏൽപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്നാൽ സ്തുതിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിലൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്ത്യാസിന്റെ കാലത്ത് പീഡനം സഹിക്കുകയും സ്ത്രീകളാൽ കഷ്ടപ്പെട്ടതിനും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെ ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് എഴുന്നള്ളിയിരിക്കുന്നു. പിതാവിന്റെ ദുഃഖത്തിനുകൊണ്ടുവന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സകലവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന് ഉയർപ്പും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതി പാലിപ്പിക്കുവാൻ തന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജരാസൂക്ഷിപ്പുമാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാരും പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്നവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രിമാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും വ്യാഴത്തിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും കൃഷിക്കാരുടെ സ്നേഹിത വിശ്വാസമായ എല്ലാ ഭക്തന്മാരെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ വേർപെട്ട എല്ലാവരെയും അനുസ്മരിക്കുകയും കൃഷിക്കാരുടെ കൃപയാൽ ഈ വഴി നമുക്ക് സഹായത്തിൽ രക്ഷിക്കും. സ്വർഗരാജ്യത്തിൽ നിന്ന് ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരി കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങളാകുന്ന ദിവ്യവസ്തുക്കളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ കാണ്യാതിരത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോട് കുറച്ച് വിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും മനതാപത്തോടും വിശുദ്ധിയോടുകൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ നിന്ന് ഇവിടെ രക്ഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സുഖത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ
പരിശുദ്ധാത്മാവുമായ സർവേശ്വരയുടെ മഹത്വങ്ങളുടെ കൃത്യത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ദിനങ്ങളിലും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും അമർതനായ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകരുമായ ഈ ദാസൻ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നതി അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൊടുക്കുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ
ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ നീ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ കർത്താവേ, ശക്തനായ ദൈവമേ, തിരുസഭയെ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവരുമായ മേധാവി ബിഷപ്പ്മാർ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷന്മാർക്ക് വേണ്ടി മറ്റെല്ലാ വൈദികാധ്യക്ഷന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ സംസ്ഥാനമാർ സമർപ്പിതമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും മകളുടെയും ബഹുമാനത്തിന് അങ്ങയുടെ സന്നിധിയിൽ പ്രതിജനകമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തിൽ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിന് അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെയും പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ശക്തരായ യാതൊരുപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും ഭൗതിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ മുറിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വിശ്വാസത്തിലും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹിമയും വിസ്മയാപകവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ അഭിഷിക്കപ്പെട്ട സഭയും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവ
ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവനുള്ള അപ്പമാകുന്നു രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗ്ഗത്തിൽ നിന്നായുരമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗ്ഗം നിശ്ചയമായി. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ ക്ഷീണമൂലമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അന്താപത്തോടെ അപരാധങ്ങളിൽ തിരിഞ്ഞും പാപങ്ങളെ പശ്ചാത്തപിച്ചും സഹോദരത്തിന്റെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സ്ഥലത്തിനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. പിന്നെ നിലവിളക്കുകൾ പടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. സത്യത്തെ വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ഇവ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകണേ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും കരുണയോടെ ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൂർത്തീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാളിപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും പ്രസന്നം നിർമ്മലവും ജഗപ്രസന്നവരും നിഷ്കളങ്കരുമായി ആചരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളോടുകൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. Amen.
അവിടുത്തെ കാഴ്ച നമ്മളെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും ആമേൻ. പാപമോചനം നൽകുന്ന ദൈവകൃപയുടെ ദാനം കാണുവിൻ. സഹോദരനെ ഇത് സ്വീകരിച്ച് ശുദ്ധീകരിക്കപ്പെടുവിൻ. തിങ്ങിൻ കാരുണ്യമായി ഈശോ ഇന്ന് വാഴാനിക്കും നേരം മനസ്സുകളിൽ ഒരു ദിക്കിലും നാഥനെ വരവേൽക്കാനായി മനസ്സുകളിൽ ഒരു
മാർച്ച് 8-ാം തീയതിയാണ് നമ്മുടെ നസത്തിലേക്കുള്ള തീർത്ഥാടനം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ അറിയിച്ചിരുന്നു. ഇന്നലെ ഞാൻ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അതിൻ്റെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരാണ് കൊണ്ടുപോകുന്നത്? ഷിജോയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പും അതുപോലെ രാകേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകളും തയ്യാറാണ്. അതിൻ്റെ കോൺടാക്ട് നമ്പർ അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെടണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഞായറാഴ്ച കൊൺസാമയുടെ തിരുനാളിൻ്റെ കാര്യം അറിയിച്ചിരുന്നു. കൊൺസാമയുടെയും നമ്മുടെ യൂദാശ്രീനാടി തിരുനാളിൻ്റെ കാര്യം ജൂൺ 22-ാം തീയതി ഞായറാഴ്ചയായിരിക്കും നമ്മളത് ആഘോഷിക്കുകയാണ്. ജൂൺ മാസം 22-ാം തീയതി. കാരണം ബഹുമാനപ്പെട്ട അച്ഛന്മാർ അവരുടെ ക്ലാസ്സുകൾ കഴിഞ്ഞെത്തി അവധിക്ക് പോകുന്നതിന് മുമ്പ് ഈ വർഷം അത് ആഘോഷിക്കാനാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് ജൂൺ 22-ാം തീയതി ആയിരിക്കും. അതുകൊണ്ട് ഈ വർഷത്തിലെ നല്ല രീതിയിൽ മറ്റ് പുറത്തുനിന്നുള്ള അച്ഛന്മാരെ ക്ഷണിക്കണമെന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയാണ്. രണ്ടും കൂടി ഒന്നിച്ചാക്കുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞപ്പോൾ. നിങ്ങൾക്കറിയാം കാരണം എന്താ പറയുക, പ്രാവശ്യം യുവദാസിനാട് പെരുന്നാളിന് വലിയൊരു ആഘോഷം കണ്ടില്ല. ആദ്യത്തെ ഒരു വർഷം 2 വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അത്ര ഒരു സഹകരണം ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് രണ്ടും കൂടി ഒന്നിച്ചാക്കുവാണെങ്കിൽ കൂടുതൽ സഹകരണം ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ഈ മാസത്തെ ശമ്പളം കിട്ടുമ്പോൾ 20 ശതമാനം വെച്ച് മാസത്തിലായി മാറ്റി കൊടുക്കണം ഓർക്കുകയാണ്. ഈ മാസം മാത്രമല്ല, തിരുനാൾ വരെയുള്ള 20 ശതമാനം എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയൊന്നുമല്ല. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തിരുനാളിൻ്റെ അച്ഛന്മാരെ വിളിച്ച് ആഘോഷിക്കാനായിട്ട് പറ്റും. 20 ശതമാനം ഓരോ മാസവും നമ്മൾ തിരുനാളിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അപ്പം ഒരു ജൂൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ തുക കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ പുസ്തകന്മാരാകാനായിട്ട് ആഗ്രഹമുള്ളവർ അതും നേരത്തെ അറിയിക്കണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് കുർബാനയ്ക്ക് ഉപയോഗിക്കാനായിട്ടൊരു മണി സ്പോൺസർ ചെയ്ത് ജാൻസി കിനോയാണ്. പ്രത്യേകമായിട്ട് ജാൻസി കിനോയെ പ്രത്യേകമായിട്ട് നമ്മളോട് ഓർമ്മിക്കാം. അപ്പോൾ അവിടുത്തെ മരണത്തിലും സ്ഥാനത്തിലും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി ഞങ്ങളുടെ രക്ഷകരും കർത്താവുമായ മിശിഹായി മാമോദിസയിലൂടെ നീ ഞങ്ങളുടെ പാപകറകൾ കഴുകുകയും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്തു. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകാരായ ഞങ്ങളെ ദൈവിക ജീവനിൽ വളർത്തി നിത്യജീവിതത്തിലേക്ക് ആനയിക്കുന്ന നിന്റെ അനന്ത കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. രക്ഷകനായ മിശിഹായെ ലോകത്തിലേക്ക് അയക്കുകയും യോർദാനിൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തുകയും ചെയ്ത പിതാവായ ദൈവം വാഴ്ത്തപ്പെടാനാകട്ടെ. തന്റെ ശരീരത്തിലാൽ പാപങ്ങൾ ക്ഷമിച്ച സ്വരാജ്യത്തിൽ നമ്മെ അവകാശമാക്കി മിശിഹാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ സ്ഥാനത്തേക്ക് ഉയർത്തുകയും സത്യത്തിന്റെ മുകളിലേക്ക് നയിക്കുകയും ചെയ്ത പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ ആൾക്കാർ നിങ്ങൾ എല്ലാവരും ഒത്തുതരും. എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സൃഷ്ടി. കരുണയുടെ കർത്താവേ, കരയുന്നവനെ വിളിക്കുകയും സങ്കടപ്പെടുന്നവനെ ആശ്രയിക്കുകയും ചെയ്യും. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയോടെ ദൈവവിധി നാളിൽ കർത്താവേ
പരിശുദ്ധാത്മാവിനെ സ്തുതി. വാവാപുത്രൻ റൂഹായേ മൃദനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവിന്റെ ആകാശത്തിലും ഭൂമിയുടെ സുന്ദരനാകും. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസർ ചെയ്യും വിലയെന്നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം ലോകപുരാതൻ ഇസഹാക്യാക്കോ മഹിതാശയതൻ പരിപാവനമാം ബലികൾ പോലെ. പുരുവത്സലരാം സ്നേഹരുമൊരുപോൽ വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലിപോൽ നാഥാ. അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു, മരിച്ചുയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ നിന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു, മരിച്ചുയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, മനസ്സിലീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിക്കുന്നവരുടെ മഹിമയോട് ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിക്കടയാളത്തോടും ദൈവന്മാരുടെ അകമ്പടിയോടുകൂടെ മാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗ്ഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർത്തുകയും
ക്രിസ്ത്യാനികൾ നീതിമാന്മാർ നിവേദിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാനുഭവത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സവിനായ